അനന്തപുരിക്ക് കലയുടെ ദിനരാത്രങ്ങൾ സമ്മാനിക്കാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം. പ്രധാന വേദിയായ MT നിളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തേത് അതിജീവനത്തിന്റെ നേർസാക്ഷ്യമായ കലോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതോടെ 25 വേദികളും ഉണർന്നു. ഇത്തവണത്തെ കലോത്സവം അതിജീവനത്തിന്റെ നേർസാക്ഷ്യമാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗ മധ്യേ ചൂണ്ടിക്കാട്ടി. കലാമേള നന്മ കൂടി ഉയർത്തുന്നതാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല GHSലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുകയാണ്. ആ നിലക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി. വിജയമല്ല പങ്കെടുക്കൽ പ്രധാനമെന്ന് വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മത്സരം അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടേതല്ലെന്നും മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിനായി എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, വിജയമല്ല പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആരോഗ്യകരമായ മത്സരമാണ് അങ്ങനെ ഇവിടെ നടത്തേണ്ടത്. പരസ്പര ബഹുമാനവും സ്നേഹവും അച്ചടക്കവും വേണം. ഇത് കലാധ്യാപകരുടെ മത്സരമല്ല, രക്ഷകർത്താക്കളുടെ മത്സരമല്ല, നമ്മുടെ കുട്ടികളുടെ മത്സരമാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 5 നാൾ നീളുന്ന കൗമാര കലാമേളയിൽ അനന്തപുരി ആവേശഭരിതമാകും. കാൽവിളക്കിൽ തെളിഞ്ഞ അഗ്നിനാളങ്ങൾ പോലെ അനന്തപുരി ഇനി ശോഭിക്കും. കാടിറങ്ങി വന്നവള് കാട്ടുചോല പെണ്ണിവള്, കോടമഞ്ഞിൻ കമ്പിളി ചുറ്റിയ കാട്ടുകണ്ണി പെണ്ണിവള്. ടീം ജനം, തിരുവനന്തപുരം.